ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ എന്തോ ഈ കൊട്ടം വെയിലത്ത് എങ്ങോട്ടാ പോകുന്നതല്ലേ? നമ്മൾ കറക്റ്റ് 2 മണിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ലീവ് എടുത്ത് ഇറങ്ങി നമ്മുടെ കൈലാസ് കന്നിമല പോവുകയാണ്. ആദ്യമായിട്ട് മലയ്ക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ ഇവിടെ വൈകുന്നേരം 7 മണിക്ക് ജോലിക്ക് മുന്നേ ഓടി എത്താൻ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അകത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അവിടെ പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിട്ട്. അപ്പം നമ്മുടെ മയിൽവാഹനം അവിടെ നിന്ന് വരുന്നത് വിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതും കൂടി ഇതിലൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. റോഡ് പണി നടക്കുന്നതിന് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ബൈക്ക് സർവീസ് ഞാൻ കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഇപ്പാണ് കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ ഇറങ്ങണോ ഓടിക്കണമെന്ന് വെച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ തന്നെ ഓടിച്ച് പോയിട്ട് വെയിലായതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും സൺഗ്ലാസ് വെച്ച് ഇവിടെ ഒരാളങ്ങ് റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. വണ്ടി ഓടിക്കുന്നവർക്ക് സൺഗ്ലാസിൻ്റെ ആവശ്യം, ചുമ്മാ സൺഗ്ലാസ് വെച്ചിട്ട് സൈഡിൽ നിന്ന് റെസ്റ്റ് എടുക്കണം എന്തിനാന്നൊക്കെ പറഞ്ഞ് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ വാങ്ങി വെച്ചേട്ടാ ഗ്ലാസ്. ഇത് വാങ്ങിയ ശേഷം ഇതുവരെ ഉൾക്കാടിച്ചിട്ടില്ല കേട്ടോ. അത് എനിക്ക് ചേരുന്നില്ല എൻ്റെ മുഖത്ത്. ഇവിടെ അവിടെ വലിയ മുഖത്ത് ചേരുന്ന കണക്കാക്കി വാങ്ങിച്ചേക്കട്ടു. എൻ്റെ കൊച്ച് വിദഗ്ധമായി എനിക്ക് ആ വീഡിയോ എടുത്ത് തന്നിരിക്കുകയാണ് ഗ്ലാസ്സിൽ കൂടെ. അങ്ങനെ പിന്നെ ഞങ്ങൾ പകുതി വെച്ച് കൈലാസിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയ സമയം കൊണ്ട് സൺഗ്ലാസ് ഫിറ്റ് ചെയ്ത് ആ ഡ്രൈവിംഗ് സ്റ്റാൻഡിൽ കയറിയിട്ട് എനിക്ക് കണ്ടപ്പോൾ ചിരി വന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പോയത്. എവിടെ പോകുന്നത് സായിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിൽ എത്തി കേട്ടോ. ഏകദേശം 3 3:10 ആയപ്പോൾ എത്തി. അപ്പം ഞങ്ങൾ വരണതിന് ഉറപ്പില്ലായിരുന്നു, ചേച്ചി പറഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് കൈലാസ് സ്കൂളിൽ പോയേക്കായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല. ആദ്യം കണ്ടപ്പോൾ ഇതായിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി വരും കേട്ടോ. അപ്പോൾ ധ്യാനൂസ് അവിടെ ഒളിച്ചിരിക്കുകയാണ്. ധ്യാനൂസിനെ കണ്ടില്ല. അവൻ ഒരു ചമ്മൽ പോലെയൊക്കെ ഉണ്ട്, ഇപ്പോൾ നാണം പോലെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ സൈഡിൽ ബിന്ദു ചേച്ചിയൊക്കെ മറിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ധ്യാനൂസിനെ. അപ്പോൾ ധ്യാനൂസിനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു വലിച്ച ചിരി കൂടി രണ്ടുകൂടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അടി ഉണ്ടാക്കുന്നിട്ട് ഈ പാട്. അങ്ങനെ ഒരു വീട്ടിൽ വെച്ച് തന്നെയാണ് എന്താണ് നെയ്ത്തേങ്ങയൊക്കെ നിറച്ചിട്ട് പോകുന്നത്. ഞങ്ങൾ ഇവിടെയൊക്കെ അമ്പലത്തിൽ പോയാണ് നിറയ്ക്കുന്നത്. അവിടെയൊക്കെ വീട്ടിൽ തന്നെ വെച്ച് നെയ്ത്തേങ്ങ നിറച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അമ്പലത്തിൽ പോയി ഇരുമുടിക്കെട്ട് കെട്ടി പോവുകയാണ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അളിയനും കൈലാസും കൂടെ വീട്ടിൽ നിന്ന് അത് ആക്കിയിട്ട് അളിയൻ എന്തൊക്കെ സംഭവം ഉരുക്കി ഒഴിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പുളിഞ്ചിക്കയുണ്ട്. പുളിഞ്ചിക്ക മരം നിറച്ച് പുളിഞ്ചി പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ പൊഴിഞ്ഞു പോയി ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ അവന്മാർ കൈലാസ് പോകാനൊക്കെ റെഡിയായി. അപ്പോൾ ഞാനും വാച്ചിൻ്റെ ഒക്കെ റെഡിയായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ കൽക്കുളത്ത് ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കെട്ടുന്നത്. നമ്മളൊരു 5 മണി 5:15 ആയപ്പോൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇരുമുടി കെട്ടാനായിട്ടുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ദീപാരാധനയ്ക്ക് മുന്നേ അവർ കെട്ടി ഇറങ്ങും. അപ്പോൾ നല്ല ഇതല്ലേ കൈലാസം. ഈ ഒരു ഏജിൽ കന്നിമല എന്നൊക്കെ പറയുമ്പോൾ അവനെ കൊണ്ട് നടക്കുമോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ. എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എല്ലാ സാധനങ്ങളൊക്കെ ആക്കി പെട്ടെന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാവരുടെയും തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യനും 2 വീട്ടിലെ പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും കേട്ടോ അങ്ങ് വരെ. അങ്ങനെ കൈലാസിൻ്റെ കന്നിമലയാണ് ഗൈസ്, കന്നിമല. അപ്പം ഇവൻ നടക്കാൻ വളരെ ചാൻസ് കുറവ്, കാരണം അവർ എരുപിടി കെട്ടിയാൽ എന്താണ് ഏതെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്ത് വിജില ചേച്ചിയുടെ മോനും സന്തോഷത്തിൻ്റെ മോനും അങ്ങനെ കുറച്ച് അടുത്തടുത്ത 2 വീടുകളിലെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവന്മാരെ കൂടെ ഓടിക്കയറിക്കോളും എന്ന് വിചാരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അളിയൻ ഫസ്റ്റ് ടൈം അവനെ കൊണ്ടുപോവാണ്. അളിയൻ പിന്നെ എല്ലാ വർഷവും പോകാറുണ്ടെന്ന് തോന്നാൻ പോകാറുണ്ട്. അങ്ങനെ അവിടെ എല്ലാവരും ഇരുമുടി കെട്ടുന്നതൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്ത് പോയതാണ് കേട്ടോ. അങ്ങനെ ഇരുമുടിക്കെട്ടൊക്കെ കൈലാസം തലയിലൂടെ എടുത്ത് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം എന്താണ് സംഭവം അറിയണം. അവൻ ഇങ്ങനെ താങ്ങിയും തൂങ്ങി നിൽക്കുന്നുണ്ട്, ചായയൊക്കെ നിൽക്കുകയാണ്. ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ഇരുമുടിക്കെട്ട് എടുത്ത് അറിയ വെച്ച് കൊടുത്തപ്പോൾ പിടിക്കണോ എടുക്കണോ ഒന്നും അവൻ പിടിച്ചതേ ഇല്ല. വേറൊരാളാണ് പിടിച്ചു കൊടുത്ത് കൊണ്ടുപോയവനെ. പിന്നെ ഞങ്ങൾ പറഞ്ഞു നീ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടോ. പിന്നെ ഒരു റൗണ്ടൊക്കെ ചുറ്റി അവരങ്ങ് ഇറങ്ങും കേട്ടോ. അപ്പോൾ മാമൻ തന്നെ അവന് പിടിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അവൻ ആരെങ്കിലും അവരെ പിടിച്ചു കൊടുക്കണമല്ലോ, എന്നാലേ അവനെ അവരെ അറിയത്തില്ല, കൊച്ചല്ലേ. അങ്ങനെ കാറിൽ പോയിട്ട് കൊട്ടാര ക്ഷേത്രത്തിൽ കയറിയിട്ട് അവിടെ വണ്ടിയിട്ട് ബസ്സിൽ പോകുന്നുള്ള പ്ലാനിങ്ങിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർ ടാറ്റ പറഞ്ഞ് പോയി. അപ്പോൾ നമ്മൾ ടാറ്റ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കേട്ടോ കേസ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ 7:00 മുമ്പേ ജോലിക്ക് മുന്നേ തിരിച്ചെത്തണം. അവൻ ഓടി പടച്ച് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വന്നാൽ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക.